ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നലെയായിരുന്നു ശരിക്കും നമ്മുടെ വിഷുവിന് പടക്കം പൊട്ടിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 6:30 ആയപ്പോഴാണ് ഞങ്ങൾ പടക്കം വാങ്ങിക്കാൻ വേണ്ടി പോയത്. പടക്കം വാങ്ങിച്ച് 11 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്ന്. 11 മണിയായി. എന്നിട്ട് ആ സമയത്ത് പടക്കം വാങ്ങിച്ചതിൻ്റെ ഒരു തെല്ലിനൊന്ന് പൊട്ടിച്ചതിൻ്റെ ആ വിഷ്വലും നിങ്ങൾ കണ്ടിട്ട് അപ്പോഴത്തേക്ക് ഞാൻ പടക്കം എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് വെക്കണ്ടേ? മേളിൽ നോക്കണ്ടേ? നോക്കിക്കേ. ഇവിടെ കൊച്ചു ദേടാ. വിഷയമൊക്കെ കണ്ടത്. അപ്പം ഇനി നമ്മളതിലുള്ള ഏതൊക്കെ പടക്കമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ ഉള്ളത് വിസിലാണ്. കൂന്നും വെച്ചോണ്ട് പൊക്കത്ത് പോയി പൊട്ടണത്. ഇത് നമ്മൾ 1 2 കണ്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഇത്ര കമ്പിത്തിരി, പിന്നെ കിറ്റ്കാറ്റ്, 2 സ്കൈ ഷോട്ട് ഉണ്ടായിരുന്നു. 1 സ്കൈ ഷോട്ടാണ് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ബിജിലി ക്രാക്കേഴ്സ്. സംഭവം കാണിച്ചു തരാം. ഇതാണ് സംഭവം. കത്തിച്ചിട്ട് ഓലപ്പടക്കം പോലെ പൊട്ടണ സാധനങ്ങൾ. പിന്നെ ഈ മേശപ്പൂവിൻ്റെ തന്നെ ഒരു വെറൈറ്റി സംഭവമാണ്. ഇവിടുത്തെ ഈ ഉടയിൽ തീ കൊടുത്ത് തന്നെ ഇതുപോലെ തന്നെ പോകുമെന്നാണ് പറഞ്ഞിരുന്നത്. ഇതും നമ്മൾ കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 3 ചക്രമുണ്ട് നമ്മുടെ കയ്യിൽ. കുറച്ച് വലിയ ചക്രമാണ്. ഇതെല്ലാം നമ്മൾ കത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മേശപ്പൂ 3 ഇന്നലെ 2 കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. അപ്പം ഇനി നേരെ നല്ലതായിട്ടൊന്ന് ഇരുണ്ട് വരട്ടെ. അതുവരെ നമുക്കൊന്ന് കാത്തിരിക്കാം. ഇപ്പോൾ നേരമൊക്കെ ഇരുണ്ട് വന്ന് നമ്മൾ പടക്കം കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ പോയിരിക്കുന്നത് വിസിലാണ്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ഒരു വിസിൽ നമ്മൾ വിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വിടാൻ പോകുന്ന സ്കൈ ഷോട്ടാണ്. നല്ല രസമുണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നമ്മൾ പറഞ്ഞ ആ പൂക്കിറ്റി പോലെ തന്നെ പോകുന്ന ഒരു വെറൈറ്റി സംഭവം ഇല്ലായിരുന്നു. അത് തന്നെയാണ് നമ്മൾ വിടാൻ പോകുന്നത്. എൻ്റെ മോനെ നല്ല രസമുണ്ടല്ലോ ഇത്. ഇനി അടുത്തത് അക്കുവിനെ കുറച്ച് നേരം കമ്പിത്തിരി ഇരുത്തി കത്തിപ്പിക്കുക. അക്കുവാണ് ഈ നിന്ന് കമ്പിത്തിരി എല്ലാം കത്തിക്കുന്നത്. ഇതിപ്പോൾ അക്കുവിനെ കുറച്ച് നേരം ഇരുത്തി കമ്പിത്തിരി കത്തിപ്പിച്ചിട്ട് വരാം.
ദിവസം നമ്മൾ കിറ്റ്കാറ്റ് കത്തിച്ചാണ് എൻ്റെ കാല് പൊള്ളി. അപ്പോൾ നിങ്ങളെല്ലാവരും പടക്കം പൊട്ടിക്കുമ്പോൾ നല്ലപോലെ സൂക്ഷിച്ച് വേണം പടക്കമൊക്കെ പൊട്ടിക്കാനായിട്ട്. ഒന്നുകൂടെ അക്കുവിനെ കമ്പിത്തിരി കത്തിക്കുകയാണ് നമ്മൾ. ദിവസപ്പോൾ നമ്മൾ ഒന്നുകൂടെ കിറ്റ്കാറ്റ് നമ്മൾ പൊട്ടിക്കുകയാണ്. ഇതെന്താണ് ഇങ്ങനെയൊക്കെ? ഇത് ഏത് സമയം നോക്കിയാലും ഇത് ഇങ്ങനെയാണ്, കമന്നൊക്കെയാണ് പോകുന്നത്. അടുത്ത് നമ്മൾ ചക്രം കത്തിച്ചു, അത് കൊള്ളാം. ഓ, റിട്ടേൺ ഒന്നുകൂടെ കറങ്ങിയിട്ടുണ്ട്, അത് കൊള്ളായിരുന്നു. അടുത്തായിട്ട് നമ്മൾ ഒന്നുകൂടെ മറ്റേ ഇത് തന്നെയാണ് പൊട്ടിച്ചത്. എൻ്റെ പേരെന്താ, കിറ്റ്കാറ്റാണ് പൊട്ടിച്ചത്. ഇപ്പം നമ്മൾ കാണിച്ചില്ലേ മാലപ്പടക്കത്തിൻ്റെ ഓരോരോ പീസ് പോലത്തെ സാധനം എറിഞ്ഞു പൊട്ടിക്കുന്നത്, അതാണിത്. അതാണിപ്പോൾ ഈ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോന്ന് വെച്ച് ഇങ്ങനെ ഇട്ട് പൊട്ടിക്കാൻ ഭയങ്കര പാടാണ്. ഒരു പാക്കറ്റിൽ തന്നെ 100 പീസോ ഞാൻ കണ്ടാണ് അത് കിട്ടുന്നത്. കാരണം കുറേ ഉണ്ട്. ഇതിങ്ങനെ എറിഞ്ഞ് പൊട്ടിക്കാനാണെങ്കിൽ പാടായിരിക്കും. ഞാൻ പറഞ്ഞത് കേൾക്കണില്ല. സ്കൈ ഷോട്ടിൻ്റെ ആ ഒരു കുറ്റിക്കകത്തേക്ക് കുറച്ചെണ്ണം എടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് ഒരു കമ്പിത്തിരിയെല്ലാം കത്തിച്ച് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതെല്ലാം കൂടെ അതിൽ കിടന്ന് കത്തിക്കോളും. പറഞ്ഞിട്ട് കേൾക്കണ്ടേ? അതങ്ങനെ പൊട്ടിക്കാൻ കുറച്ചുകൂടെ സൗണ്ടും കിട്ടും, കുറേ എണ്ണം ഒരുമിച്ച് പൊട്ടുകയും ചെയ്യും. ഇത് എങ്ങോട്ടൊക്കെയാണ് എറിയുന്നത്? ഇതധികം കുറേ ഉണ്ട്, അത് കാരണം ഇത് എറിയുമ്പോൾ കുറച്ച് പാടാണ്. ഇത് നല്ല സൗണ്ടും ഉള്ളതാണ്. ഇത് നിങ്ങൾ ശരിക്കും ഇത് കത്തിക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. കണ്ടോ, ഇപ്പോൾ ആ കുറ്റിക്കകത്തെ കെട്ടി കത്തിച്ചപ്പോൾ കണ്ട നല്ല സൗണ്ടും ഉണ്ട്. അത് പൊങ്ങി സൗണ്ട് ഉണ്ടോ എന്ന് കറക്റ്റ് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും കേൾക്കുമ്പോൾ നല്ല സൗണ്ടുണ്ട്. ഇത് പിന്നെ പൊട്ടിക്കുമ്പോൾ ഇത് പൊങ്ങിയും പോകുന്നുണ്ട്. ഇത് അതതിൻ്റെ അകത്തേക്ക് ഇടാൻ നോക്കിയതാണ്, പോയി. അടുത്തത് നമ്മുടെ മെഴുകുതിരിയുടെ പുറകിൽ പോയി കത്തിച്ച് നേരെ മെഴുകുതിരിയുടെ പുറകോട്ടിട്ടാണ്, അതും കത്തിയില്ല. അടുത്തത് അക്കു അകത്തുനിന്ന് ചെണ്ടോട്ടുമാണ്. അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നറിയത്തില്ല. അതെ, അടുത്ത പൊട്ടി, ജസ്റ്റ് മിസ്. ഇപ്പം കയ്യിൽ നിന്ന് പൊട്ടിയേനെ. ഇതാണ് ഞാൻ പറയുന്നത്, നിങ്ങളെ പടക്കം പൊട്ടിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം പൊട്ടിക്കാൻ. പിന്നെ ഈ പടക്കം വാങ്ങിക്കല്, ഇത് പെട്ടെന്ന് കൈ കത്തിപ്പിടിക്കുന്നുണ്ട്. അത് കത്തിപ്പിടിക്കുന്നുണ്ട് പെട്ടെന്ന്. ഓലപ്പടക്കമാണെങ്കിൽ കുറച്ചും കൂടെ രസമായിരിക്കും, ആകുമ്പോൾ പതുക്കെ കത്തിപ്പിടിക്കുള്ളൂ. ഇതിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് കത്തിക്കാൻ പോകുന്നത് നമ്മുടെ അതിൻ്റെ പേരെന്തായിരുന്നു, മേശപ്പൂ. അതാണ് നമ്മളിപ്പോൾ കത്തിക്കുന്നത്. ഇത് നല്ല ഹൈറ്റുള്ള മേശപ്പൂവാണ്. അത് ഏകദേശം കണ്ടത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആ മരത്തിൻ്റെ ആ ചെമ്പരത്തിനേക്കാളും നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ട്. അത്രയും ഹൈറ്റിലാണ് ഈ മേശപ്പൂ പോകുന്നത്. വലുതാണ് ഈ മേശപ്പൂ. ഇപ്പോൾ അടുത്തായിട്ട് മറ്റേ കിറ്റ്കാറ്റാണ് നമ്മളൊന്നുകൂടെ കത്തിച്ചത്. നമ്മൾ ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ബെല്ലൈക്കൺ ഞാൻ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.